ഇന്ന് സ്റ്റീഫൻസൺ അങ്കിൾ വായിച്ച ആ വാക്യം 2 കൊരിന്ത്യർ ലേഖനം 13:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന എക്സാമിനേഷൻ ഓഫ് ഫെയ്ത്ത്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് അങ്കിൾ എന്ന് പറഞ്ഞത്. സോ അത് എങ്ങനെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആലോചിക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഭവങ്ങൾ കൂടെ എന്നെ അതിനെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്നും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. എക്സാമിനേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് വിശ്വാസമാണ് നമുക്കുള്ളതെന്ന് പരീക്ഷിക്കാം എന്നുള്ളതാണ്. ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂറോപ്പിലെ നമ്മുടെ ചർച്ചിന്റെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു രാത്രി 11 മണിക്ക്. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വ്യാഴമോ വെള്ളിയോ? വ്യാഴാഴ്ച ആയിരുന്നു, വെള്ളിയാഴ്ച. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും വിശ്വാസം, നമ്മളെ ഈ വിശ്വാസികൾ എന്ന് വിളിക്കുന്നില്ല, നമ്മുടെ ചർച്ചിന്റെ മറ്റ് ആളുകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് മറ്റു ചർച്ച, അനേകം ചർച്ചകളുണ്ട്, നമ്മുടെ ചർച്ചിന്റെ വ്യത്യാസം എന്താണെന്നൊരു ചോദ്യം, എന്താ പറയേണ്ടതെന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് വാട്സാപ്പിൽ ഒരാൾ ചോദിച്ചു, എല്ലാവരും വിശ്വാസികളാണ്, എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. നിരീശ്വരവാദികൾ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ബുദ്ധിസ്റ്റുകൾ ബുദ്ധൻ പറഞ്ഞതിൽ വിശ്വസിക്കും. അപ്പൊ എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികളും നിങ്ങൾ അവിശ്വാസികളും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചു. ഇത് നമ്മൾ ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭകളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഫെയ്ത്ത്, എന്താണ് ഈ ഡിഫറൻസ്, വാട്ട് ഡിഫറൻഷിയേറ്റ്സ് അതർ ചർച്ചസ്, വാട്ട് ഡിഫറൻഷിയേറ്റ്സ് us ഫ്രം ദ അതർ ചർച്ചസ്. അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്? ആർ വി റിയലി ബിലീവേഴ്സ്? നമ്മൾ ശരിക്കും വിശ്വാസികളാണോ എന്നുള്ള ചോദ്യം. അപ്പോ ഇതിന് രണ്ടിനും ഒരു ഉത്തരവാണുള്ളത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ദൈവം എൻ്റെ കാര്യം സാധിച്ചു തരും, എൻ്റെ രോഗം മാറ്റിത്തരും, എനിക്ക് സമ്പത്ത് തരും, അങ്ങനെയുള്ള യാതൊരു കാര്യവുമല്ല. നമുക്കറിയാം, എല്ലാ മതങ്ങളിലും എല്ലാ തത്വചിന്തയിലും പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുക. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരണമെങ്കിൽ നമ്മൾ നല്ലപോലെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ചിലരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഉപവാസം എടുത്തും ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്, ഇങ്ങനെയാണ് ഈ മതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ മതങ്ങൾക്കെല്ലാം കുറെ സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്, എങ്ങനെയാണ് നമ്മുടെ ചർച്ച വ്യത്യാസമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം മതങ്ങളെല്ലാം അവസാനിച്ചു, ഇനി മനുഷ്യനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. യേശുക്രിസ്തു ഏകയാഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കഴിക്കുമ്പോൾ ആരെല്ലാം ആ യാഗത്തിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും ഇനിയൊരു പ്രവൃത്തിയും കൂടാതെ ജസ്റ്റ് ആ വിശ്വാസത്താൽ അവരുടെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്നും ആ പാപയാഗം എന്നേക്കുമായി അവർ വിശുദ്ധീകരിച്ചുവെന്നും അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി നിത്യതയിൽ പ്രവേശിക്കും എന്നുള്ളതുമാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫെയ്ത്ത് ദൈവത്തിലാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലുമല്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ച് കഴിഞ്ഞ ആ പ്രവൃത്തിയിലാണ് എൻ്റെ ആശ്രയവും എൻ്റെ വിശ്വാസവും. നമ്മൾ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയാന്നുള്ളൊരു പാട്ട് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാളം പാട്ടുകളിൽ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയാന്നുള്ള പാട്ടില് അത് ആർക്കെങ്കിലും എടുക്കാമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും. അതില് ഒരു ആദ്യത്തെ വരികൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1918 മരിച്ചുപോയ മോശവത്സരം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു CSIയിലെ ഉപദേശി എഴുതിയ പാട്ടാണ്. ഓക്കെ, അത് ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണാം.
ഓക്കെ, മനസ്സോടെ ശാപം മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, നിനക്ക് വേദന വരുത്തി വെച്ച നീചൻ ഞാനല്ലോ. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്. അപ്പോൾ നീചനായ ഞാൻ കാരണമാണ്, അനുസരണം കെട്ട ഞാൻ കാരണമാണ് കർത്താവെ നീ ഈ ക്രൂശിൽ മരിക്കേണ്ടി വന്നത്, യാഗമായി അർപ്പിക്കപ്പെടേണ്ടി വന്നത് എന്ന് ആണ് ഈ പാട്ടിന്റെ തുടക്കത്തിൽ പറയുന്നത്. അടുത്ത വാക്യം, അടുത്ത പാട്ട്, അടുത്ത ലൈൻ. ഓക്കെ, പരമനീതിയും ദുരിതത്താൽ. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമനീതിയുടെ ദുരിതത്താൽ. ഇപ്പൊ നമുക്കറിയാം ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ശത്രുവിനെ സ്നേഹിക്കുക, നിന്റെ ഉടുപ്പ് ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ പുതപ്പോടെ കൊടുക്കുക, ആരെങ്കിലും നിന്റെ അതിര് മാന്തിയാൽ സ്ഥലം വിട്ടുകൊടുക്കുക, ആരെങ്കിലും നിന്നെ കൊല്ലാൻ വന്നാൽ കർണം കാണിച്ചു കൊടുക്കുക. മനുഷ്യൻ തല കറങ്ങി വീണു പോകുന്ന തരത്തിലുള്ള റൈച്ചസ്നെസ് ആണ്. മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് അതിനെ അനുഗമിക്കുക, ഇത് നമുക്ക് എല്ലാവർക്കും അസാധ്യമായ കാര്യമാണ്. അപ്പോഴാണ് ഈ പരമനീതി എന്ന് പറയുന്നത്, അതിനെയാണ് കർത്താവ് പഠിപ്പിച്ച നീതി. പരമനീതി വെളിപ്പെട്ട് വന്നപ്പോഴാണ് അയ്യോ ഞാൻ ദുരിതത്തിലാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്ന ആഭരണൂരിയും വെള്ളവസ്ത്രം ധരിച്ചും ബൈബിൾ പിടിച്ചുകൊണ്ട് നടന്നു, ഉറക്കെ പ്രാർത്ഥിച്ചും ഹല്ലേലൂയ പറഞ്ഞും ഒക്കെ രക്ഷപ്പെട്ടു പോകാന്നാണ് വിചാരിച്ചിരുന്നത്. അതല്ലെങ്കിൽ 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ ആർക്കെങ്കിലും കൊടുത്തു, ഏതെങ്കിലും അഗതിക്ക് 5 രൂപ കൊടുത്തു, ഒക്കെ കുറച്ച് പുണ്യപ്രവൃത്തികൾ ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചിരുന്നു. ഈ പരമനീതി വെളിപ്പെട്ട മനസ്സിലായി സ്വന്തം ജീവൻ കൊടുത്താൽ പോലും തീരില്ല എന്നുള്ള കാര്യം. ഇത് സ്നേഹിച്ച് തീരില്ല, കൊടുത്തു തീരില്ല. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നതാണ്. ഭാര്യയോട് പറഞ്ഞേക്കുന്ന കർത്താവിനോട് സഭ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു അതുപോലെ സകലത്തിലും, അത് ഭർത്താവ് വെച്ചിട്ട് ദുഷ്ടനായാലും സകലത്തിലും കീഴടങ്ങിയിരിക്കുന്നു. അങ്ങനെ സകലത്തിലും കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയെ ജീവിതത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഭർത്താക്കന്മാരോട് പറയുന്നത് എന്താണ്? കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ. സഭ എന്ന് പറഞ്ഞാൽ ഇന്നും നന്നായിട്ടില്ല. ഇന്നും ഒരു സമയം കിട്ടിയാൽ നമ്മൾ ലോകത്തിലേക്ക് നോക്കിയിരിക്കുന്ന, ലോകത്തിലെ കാമുകന്മാരെ അന്വേഷിക്കുന്ന ഒരു സഭ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ആ സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ പിള്ളേരെ വിടുന്നേ. ആ പിള്ളേർ കല്യാണം കഴിക്കുമ്പോൾ വിചാരിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ 5-6 ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊന്നും ആവാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഇത് പരമനീതിയാണ്. അപ്പൊ ഒരു ഭർത്താവ് എപ്പോഴും, ഭർത്താവ് എന്നല്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഒരു നല്ല ഭർത്താവാൻ എനിക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല. കാരണം ക്രിസ്തുവാണ് മാതൃക, പാറ്റേൺ. അതനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ വെറും പൊട്ടനാണ്. അപ്പൊ ആകെ കൂട്ടി നോക്കിക്കഴിയുമ്പം ഈ പരമനീതി എന്നെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഈ കർത്താവ് വെളിപ്പെടുത്തിയ പരമനീതി എന്നെ എന്താക്കി വെച്ചിരിക്കുന്നു? ദുരിതത്തിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പാപത്തിന്റെ സെൻസ്, എന്തുമാത്രം പാപികളാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത്. അടുത്തിരിക്കുന്ന കള്ളു കുടിച്ചിട്ട് ഭാര്യയുടെ തലക്കിട്ട് ഇരിക്കുന്ന ആളെ വെച്ചിട്ടല്ല, തന്റെ ജീവൻ തന്നെ വെച്ചു കൊടുത്ത ഒരാളെ വെച്ചിട്ടാണ് ഞാൻ എന്നെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പരമനീതി എന്നെ എന്തിലാക്കി? ദുരിതത്തിലാക്കി. പിന്നെ എന്നെ ഒന്നിനു മാത്രമേ കൊള്ളുള്ളൂ. എന്തിനാണ്? അരിഞ്ഞ് നരകത്തിലിടാൻ മാത്രമേ കൊള്ളുള്ളൂ. അങ്ങനെ പാപബോധം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോഴാണ് കർത്താവ് വന്നിട്ട് എനിക്ക് പകരം ഈ അനുസരണം തികച്ച് അവൻ തന്നെ അരിയപ്പെട്ടു ആ നീതിക്ക് വേണ്ടി. ക്രിസ്തു മരിക്കുമ്പം ആ നീതിയുടെ പെർഫെക്ഷനെ നമ്മൾ കാണുന്നത്. ആ സ്നേഹം കൊണ്ട് മരിക്കുക, അനുസരിച്ച് എവിടം വരെ അനുസരിക്കണം? മരണം വരെ അനുസരിക്കുക. എവിടം വരെ ക്ഷമിക്കണം? മരണം വരെ ക്ഷമിക്കുക. എവിടം വരെ സ്നേഹിക്കണം? മരണം വരെ സ്നേഹിക്കുക. ആ നീതി അങ്ങേയറ്റം പൂർത്തിയാക്കി. അതാണ് സിബി പറഞ്ഞത്, നമ്മളെല്ലാവരും വിശദീകരിക്കപ്പെടുന്നവരാകാൻ വേണ്ടി, നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവൻ തന്നെത്താൻ വിശദീകരിച്ചു. പരമനീതിയും ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം. ഇത് 19 നൂറ്റാണ്ടിലല്ല, 20 നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് എഴുതിയ പാട്ടാണ്. നമുക്ക് ഇന്നും ഈ സഭകളിൽ ഇത് അറിയില്ല. ഇന്നും സഭകളിൽ ആൾക്കാർ കൂടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാനും, ഞാൻ വിചാരിക്കുന്നത് നല്ല റാങ്ക് കിട്ടാനും. എത്ര റാങ്ക് കിട്ടിയാലും തലയിൽ ഒരു തേങ്ങ വീണാൽ നമ്മൾ ഏത് വിഷയത്തിലാണ് PhD എടുത്തതെന്ന് വല്ലവരും ഓർക്കോ? 4, 3, 7 ഏതാന്ന് പോലും അന്നേരം ഓർമ്മയില്ലായിരിക്കും. പേരെന്നാന്ന് പോലും ഓർമ്മയില്ലായിരിക്കും. ഇത് നമ്മുടെ ഓർമ്മ മങ്ങി തുടങ്ങിയാലേ നമ്മൾ ഇതിനും കൊള്ളില്ല. എൻ്റെ അപ്പന്
ഈ കാശ് എപ്പോഴും എണ്ണി 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 വെക്കുന്ന ഒരാളാണ്. എന്റെ അമ്മയ്ക്കാണ് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ അറിയത്തില്ല. അപ്പൊ എല്ലാം അപ്പനാ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഓർമ്മ മങ്ങി തുടങ്ങി കഴിഞ്ഞപ്പം ഇതെന്താ സംഭവം എന്ന് പിടി വിട്ടു തുടങ്ങി. മുഴുവനും വിട്ടിട്ടില്ല, പിടി വിട്ടു തുടങ്ങി. അപ്പൊ അമ്മ ഏറ്റെടുത്തു. ഇപ്പൊ അമ്മയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്താ എന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെല്ലാം കാശ് വെച്ചിട്ടുണ്ടെന്നും എവിടെയെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ നമുക്ക് പ്രായമാകുമ്പോൾ മറന്നുപോകും. ഈ നോട്ട് നമ്മുടെ കൈ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ചിക്കനോ ബീഫോ മേടിച്ചാൽ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ആകെ കഴിക്കാൻ പറ്റുന്ന ഈ ലിക്വിഡ് ഫോമിൽ എന്തെങ്കിലും ആയിരിക്കും ആ സമയത്ത്, മരിക്കുന്ന സമയത്ത്. ഈ നേടിയതെല്ലാം അങ്ങനെ അഴിഞ്ഞു പോയി. നമ്മൾ എന്തെല്ലാം ഇവിടുന്ന് നേടിയോ അതെല്ലാം ഇവിടെ വെച്ച് കളഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവസാനം അവശേഷിക്കുന്ന നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് നാട്ടുകാരെന്ത് പറയും? ഇത് കുറെ നാൾ പറഞ്ഞു നടക്കും. അത് കഴിഞ്ഞ് അതും പോകും. മഹാ നല്ല മനുഷ്യനായിരുന്നു. അല്ല, മഹാന്ന് പറഞ്ഞിട്ട് പിന്നെ മരിച്ചുപോയ ആളാണല്ലോ, എന്നാ പിന്നെ വിട്ടേക്കാം. അടുത്ത സ്റ്റാൻസ്. ഓക്കെ. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിന്റെ പാതകം, ഈ മണ്ണിലുണ്ടായ പാതകം നിമിത്തം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിപ്പം വിട്ട് ഇറങ്ങി വന്നു. പഴയ മലയാളം, ശുദ്ധമായ മലയാളമാണ്. അടുത്ത വാക്യം. ഈ കഴിഞ്ഞ ദിവസം അടുത്ത വാക്യം, ഇത് അടുത്ത വാക്യം. ദൈവ കോപത്തിന്. അപ്പൊ ഈ എല്ലാരും അരിഞ്ഞു കളയാൻ നിൽക്കുകയാണല്ലോ അല്ലെ. അപ്പൊ ദൈവ കോപമാണ് ഞാൻ ദർശനത്തിൽ കാണുന്നത്. അപ്പം എന്റെ അവസ്ഥ മോശമായി. ഞാൻ നേരത്തെ വലിയ നീതിമാനായിട്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞ് നീ ഒന്നും ശരിയാവില്ല, നീയൊക്കെ ഇങ്ങനെ നടന്നാൽ മതിയടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും തലയിൽ കയറി വെട്ടുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഞാനും പോക്കാം. അപ്പൊ എന്റെ മുമ്പിലേക്ക് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീക്കകത്ത് എന്നെ ഇട്ട് ദഹിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് വന്നിരിക്കുക. അപ്പൊ ദൈവ കോപത്തിന്റെ ദർശനം വിട്ട് പാപിയായ ഞാൻ ഒളിക്കുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വലോകത്തിന്റെ നായകനായ ക്രിസ്തുവിന്റെ നെഞ്ചിലാണ്. അതിനുവേണ്ടി നമ്മളെ അകത്ത് ഒളിപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ നെഞ്ച് പിളർന്നു എന്നാണ് അവിടെ പറയുന്നത്. വി ആർ ഹിഡൻ. എവിടെ നിന്നാ? ഫ്രം ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന്. ഇതൊക്കെ എത്ര മനോഹരമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ഇത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ല. ഓക്കെ. അരിഷ്ടപാപിയായ ഞാൻ ഇനി എനിക്ക് കർത്താവിന്റെ അടുത്ത് ചെന്ന് നിൽക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും പുണ്യം വേണ്ടേ? ഇപ്പൊ കണക്ക് കൂട്ടാനൊന്നുമില്ല. പിന്നെ എനിക്ക് ആകെ മുമ്പിലുള്ളത് അവന്റെ പുണ്യങ്ങളാണ്. ദ മെറിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അരിഷ്ടപാപി നിൻ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ച് വന്നയ്യോ. അപ്പൊ നമ്മൾ എങ്ങനെയാ സ്വർഗത്തിലോട്ട് ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്വർഗത്തിന്റെ വാതിൽക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ദൂതനോ പത്രോസോ ആരാ, കർത്താവ് തന്നെ വന്നിട്ട് ചോദിക്കുക, നിന്നെ എന്തിനാണ് അകത്ത് കയറ്റണം? എന്തുകൊണ്ട്? വൈ ഷുഡ് ഐ അലൗ യു ഇൻസൈഡ്? നിന്നെ എന്ത് കാരണത്താലും ഞാൻ അകത്ത് കയറ്റണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് അറിയാമോ? എത്ര പൊതുയോഗത്തിൽ പ്രസംഗിച്ചെന്ന് അറിയാമോ? എത്ര പുസ്തകം എഴുതിയെന്ന് അറിയാമോ? യൂട്യൂബിൽ ഇപ്പോഴും എന്റെ ലൈക്ക് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോടെ ഓടിക്കും വടിയെടുത്ത്. ഞാൻ അന്നദാനം ചെയ്ത് അറിയാം, ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയും, ഞാൻ മരിച്ചു, ക്രിസ്തു എനിക്കായി ജീവിക്കുന്നതുകൊണ്ട്, അവൻ ഈ നീതി എനിക്ക് വേണ്ടി പൂർത്തിയാക്കിയത് കൊണ്ട്, ക്രിസ്തു എനിക്കായി മരിച്ചത് കൊണ്ട്, അവൻ പുനരുത്ഥാനം ചെയ്തുകൊണ്ട്, അവൻ ഈ നീതി എന്നിൽ പൂർത്തിയാക്കിയത് കൊണ്ട്, അവൻ എന്നിൽ വസിച്ചത് കൊണ്ട്, വേറൊരു റീസണും ഇല്ല. വി ആർ ട്രസ്റ്റിംഗ് ഇൻ വാട്ട് ജീസസ് ഡിഡ്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ നന്നാകും എന്നുള്ള വിശ്വാസമാണോ? ഒരിക്കലും നമ്മൾ നന്നാകാൻ പോകുന്നില്ല. So we examine the content of our faith. Do you really trust in what Jesus did? യേശു നമുക്കായിട്ട് ചെയ്തതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആ യാഗത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അത് ഒന്നുകൂടെ വിശദീകരിച്ചാലേ, ഞാനൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ച ആളാണ്. ഇവിടെയുള്ള മിക്ക ആൾക്കാരും പല പാരമ്പര്യങ്ങളിൽ വന്നവരാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓർത്തഡോക്സില് വർഷത്തിൽ ഒരിക്കലും ഞങ്ങൾ കുമ്പസാരിക്കും. അപ്പൊ കുമ്പസാരിക്കുമ്പോൾ അതുവരെയുള്ള പാപങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പാപം ചെയ്യാൻ പോകുന്നത്. അത് മിക്കവാറും ഈസ്റ്റർ കാലഘട്ടത്തിലായിരിക്കും ഒരു കുമ്പസാരം. അപ്പം കുമ്പസാരിച്ച്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് എന്റെ എല്ലാ പാപവും തീർന്ന ഗമയിൽ ഞാൻ വീട്ടോട്ട് പോകുന്നു. ഈ ഒരു പാപവും ഇല്ല. എന്റെ വിചാരം ഇനി പാപം ചെയ്യില്ലെന്നാ. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും തുടങ്ങും. അടുത്ത വർഷം കുമ്പസാരിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ പാപം ചെയ്തും കുമ്പസാരിച്ചും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കാത്തലിക് ഫ്രണ്ട് ആയിരുന്നു. അവൻ എപ്പോഴും എന്തെങ്കിലും ഒപ്പിക്കും.
ഓടിപ്പോ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ. അവർക്ക് എപ്പോഴും കുമ്പസാരിക്കാം, ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 100 വയസ്സായി ആകുകയാണ്, മരിക്കാൻ പോവാണ്. നേരം അച്ഛൻ അവസാനത്തെ കുർബാന എല്ലാം വന്നു. അതോടുകൂടി എൻ്റെ എല്ലാ പാപവും അച്ഛൻ ശരിയാക്കി. കണ്ണുകൊണ്ട് ചെയ്തത്, മൂക്കുകൊണ്ട് ചെയ്തത്, വായ കൊണ്ട് ചെയ്തത് എല്ലാ പാപവും, ചെവി കൊണ്ട് ചെയ്തത് എല്ലാ പാപവും കഴുകി, എല്ലാം ബന്ധിച്ചു. അവസാനം അപ്പം തന്നിട്ട് പറഞ്ഞു, നീ നേരെ പൊക്കോ, നിന്റെ എല്ലാ പാപവും വിട്ടിട്ടുണ്ട്, കഴുകിയിട്ടുണ്ട്. ഞാൻ മരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുർബാന എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകേണ്ടതാ അല്ലേ? പക്ഷെ 9-ാം ദിവസം അച്ഛൻ ഒന്നുകൂടെ വരും, കുർബാന ചൊല്ലും. അപ്പൊ ഈ കുർബാന ചൊല്ലി കഴിയുമ്പം അന്നേരം ഈ ഒപ്രൂഷ്മ തന്ന ശേഷം ഞാൻ മരിക്കുന്നതിന് മുമ്പുള്ള 5 മിനിറ്റ് ആ സമയത്ത് ചെയ്ത പാപം കൂടെ തീർന്നു. പക്ഷെ അച്ഛൻ 40-ാം ദിവസം പിന്നെയും വരും, ഒരു വർഷാവസാനം പിന്നെയും വരും. എല്ലാ സൺഡേയും ഇത് ഓർക്കും. ഏതോർക്കും? ഇവന്റെ പാപങ്ങളെ ക്ഷമിക്കണേ. ഇനി 1000 വർഷം കഴിഞ്ഞാലും എന്റെ മക്കളുടെ പറയും, അന്ന് ജീവിച്ചിരുന്ന വല്യപ്പന്മാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നരകത്തിൽ പോയോ സ്വർഗത്തിൽ പോയോ ഇതൊന്നും ആർക്കും അറിയത്തില്ല. അതായത് എത്ര വർഷം കുർബാന ചൊല്ലിയാലും എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോയോ ഇല്ലയോ എന്നറിയില്ല. അത് വേദോസ്തത്തിൽ പറയുന്നത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളാൽ. എബ്രായർ 10 പറയുന്നതാണ്, ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ പാപങ്ങളുടെ ശുദ്ധീകരണം ഒരു കാലത്ത് നടക്കുന്നില്ല. കാരണം വാഗ്ദത്തങ്ങളില്ല. പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ അവരുടെ കയ്യിൽ ഈ ഓർത്തഡോക്സുകാരുടെ കയ്യിൽ ഇതേ ബൈബിളുണ്ട്. അതിനകത്തുള്ള വാക്യമാണ് ഇതേ യാഗങ്ങളെ വീണ്ടും വീണ്ടും പുരോഹിതന്മാർ അതേ യാഗങ്ങളെ വീണ്ടും വീണ്ടും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ടും നിൽക്കുന്നു. പുരോഹിതന്മാർ ചെയ്യുന്ന പരിപാടി അതാണ്. അപ്പൊ ഓരോ പ്രാവശ്യം അവർക്കൊരു മതമായല്ലോ, ഒരു മതമായി. അപ്പൊ ആൾക്കാർ ചെല്ലും, ഇതിന് കാശ് കൊടുക്കും, ജോലിയായി, ശമ്പളമായി. അപ്പൊ അവർക്ക് പണിയായി. കാരണം നമ്മുടെ പാപം ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് പണിയുണ്ട്. എന്നാൽ കർത്താവ് എങ്ങനെയാണ് ഇത് എടുത്തു കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ആ ദേവാലയത്തിലുണ്ടായിരുന്ന തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിക്കളഞ്ഞു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദൈവവും മനുഷ്യനും തമ്മിൽ അകലമില്ല. ഈ ഒരൊറ്റ യാഗത്താൽ, ഒറ്റ കുർബാനയാൽ കർത്താവ് എന്ത് സാധിപ്പിച്ചിരിക്കുന്നു? അവനെ നോക്കുന്ന സകലർക്കും ടൈം വ്യത്യാസമില്ലാതെ ഒരു ജീവിതം മുഴുവൻ, ഇപ്പൊ ചേസ് എന്ന് പറയുന്ന ഒരാളുടെ ലൈഫ് മൊത്തം, അതിനെല്ലാം കവർ ചെയ്യാൻ ഒരൊറ്റ യാഗം, അത് കഴിഞ്ഞു. പിന്നെ നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മൾ അങ്ങോട്ട് നോക്കുക മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ എല്ലാ വർഷവും ആവർത്തിക്കുന്ന കുർബാനകളാൽ എനിക്ക് ഒരിക്കലും ലഭിക്കാതിരിക്കുന്ന പാപ വിമുക്തി യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ സാധിച്ചിരിക്കുന്നതാണ്. എബ്രായ ലേഖനം 10:14 പറയുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇതാണ് ഫെയ്ത്ത്. ഇനി ഞാനൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, ആ യാഗം എല്ലാ ദിവസവും എന്നോട് ഗുണകരമായി സംസാരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇതാണ് ഫെയ്ത്തിന്റെ കണ്ടന്റ്. വളരെ ചുരുക്കി പൗലോസ് പറയുന്നത് അതാണ്. നമ്മൾ റോമ 4 വായിച്ചത്, ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിൽ നിന്ന് വിശ്വസിക്കുന്നവരായ നമുക്കും കണക്കിടപ്പെടുവാനുള്ളതാണ് ദൈവത്തിന്റെ നീതി. സോ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് നീതി നമുക്കായി കണക്കിടുകയാണ്, നമ്മൾ ചെയ്യുവല്ല. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മളിപ്പം ടൈമുണ്ട്, അതുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്? ചിലപ്പോൾ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത് വെച്ചാൽ പേന കൊണ്ട്, അങ്ങനത്തെ അല്ല. വൈ ഡു യു സിൻ? എന്തുകൊണ്ട്? ഒറ്റ വാക്ക്, കുറച്ചുകൂടെ സിമ്പിൾ മലയാളത്തിൽ പറയാം. ജനിക്കുമ്പോഴേ പാപി ആയതുകൊണ്ട് അല്ലെ? ജനിക്കുമ്പോൾ നമ്മൾ പാപിയാണോ? ആ കൊച്ചിനെ നോക്ക്, പാപിയാണോ? ആണോ അല്ലയോ? ഇപ്പൊ ചെയ്യുന്ന പണി പാപമാണോ അല്ലയോ? നിങ്ങൾ പാപം അല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രായപൂർത്തിയായ 2-3 പേരുടെ ആ പണി ചെയ്യാൻ പോയാൽ നിങ്ങൾ സമ്മതിക്കുമോ? പിള്ളേർക്ക് നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കുന്നതല്ലേ. ഇനി കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള പാപം മനസ്സിലാകണമെങ്കിൽ അവനോടൊന്ന് വഴക്കുണ്ടാക്കി നോക്കി, പിടിച്ചൊരു നുള്ളു വെച്ച് കൊടുത്തു നോക്കി. അവന്റെ മുഖത്ത് വരുന്ന ദേഷ്യം കണ്ടോണ്ടല്ലോ. നിങ്ങൾ ഈ പിള്ളേര് കരയുന്നവരുണ്ടോ? വാശിയെടുത്ത് കരയുന്നവരുണ്ടോ? ഇങ്ങനെ മസിൽ പിടിച്ചേക്കുന്ന കുഞ്ഞു മസിലാ, പക്ഷെ അത്
ആ സമയത്ത് നിങ്ങളോട് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ആ കൊച്ചിന് നിങ്ങളുടെ അത്ര ആരോഗ്യം കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഒറ്റയടിക്ക് തീർക്കും. പക്ഷേ ഈ മനുഷ്യൻ ഉണ്ടാവുമ്പോൾ അവൻ പാപത്തിന്റെ ഒരു കൂടാണത്. അവനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഈ പാപം വെളിയിൽ പോകാതെ ട്രെയിൻ ചെയ്ത് അടിയും കൊടുത്ത് വഴക്കും പറഞ്ഞ് നേരെയാക്കി എടുക്കാൻ കുറെ കഷ്ടപ്പാട്, എന്നിട്ട് അവനെ സമൂഹത്തിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ അവന്റെ പാപം അവന്റെ ഉള്ളിലുണ്ട്. നമ്മൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ആ പ്രായമായാലും മരിക്കുന്ന സമയം വരെ ഇവനെ പാപപ്രകൃതമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇന്നസെൻസ് എന്നൊക്കെ ആൾക്കാർ വിളിക്കും. ഇന്നസെൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻജോയ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യായപ്രമാണം കണക്കിടാത്തതുകൊണ്ട് നമുക്കൊരു എൻജോയ്മെന്റാ അല്ലെ, നമ്മളതിനെ പാപമായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ബട്ട് ആ നേച്ചർ, ആ സ്വയത്തോടുള്ള സ്നേഹം അല്ലെ. പിള്ളേർ ഭയങ്കര സ്വാർത്ഥരല്ലേ. ഏതെങ്കിലും കൊച്ച് അയ്യോ അപ്പനും അമ്മയ്ക്കും സുഖമാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് രാത്രി കിടന്ന് വാന്ന് കരയുമ്പോ അയ്യോ എന്റെ അമ്മയുടെ ഉറക്കം പോയല്ലോ എന്ന് ഏതെങ്കിലും കൊച്ചു ആലോചിക്കോ? അത്ര ബുദ്ധിയില്ല ഇതിന് അല്ലെ, ബുദ്ധിയില്ല. അപ്പൊ നമ്മുടെ ശക്തിയൂടെ ഉണ്ടെങ്കിലോ നമ്മൾ പണ്ടേ തട്ടിപ്പോയനെ എല്ലാരും. അതുകൊണ്ട് പശുക്കളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ ചാടി ഓടി നടക്കുന്ന പോലെ മനുഷ്യക്കുട്ടികളെ ദൈവം അനുവദിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നാളും കൊണ്ടാണ് ഇവരൊന്ന് നിരപ്പായി വരുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് അവന്റെ സഹജ സ്വഭാവങ്ങൾ കൊണ്ടാണ്. അത് ജനറ്റിക്കലി വരുന്നതാകാം, അതല്ലെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ അവൻ ആർജിച്ചെടുക്കുന്നതാകാം. എങ്ങനെ പോയാലും അവനോടുള്ള സ്നേഹത്തിൽ നിന്നും അവന്റെ സഹജ സ്വഭാവങ്ങളിൽ നിന്നാണ് അവനെല്ലാം പെരുമാറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ പാപിയായി ജനിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത്. നീതി ചെയ്യുന്നതോ എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ നീതി ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവൻ നീതിമാനായി മാറിയാൽ മാത്രമേ നീതി ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നീതിമാനാക്കണം. അതല്ലെങ്കിൽ ഈ പരമമായ നീതിയിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് ചെറിയ ചെറിയ അഭിനയങ്ങൾ മാത്രമേ, ഫോർ എക്സാമ്പിൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ ഭാര്യയായിട്ടൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് വഴക്കടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചർച്ചയിൽ ഒരു മൂപ്പൻ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. വഴി പോകുമ്പോ ഭാര്യ പറയും, കേട്ടോ ഇന്നത്തെ പ്രസംഗം? എന്താ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ കേട്ടോ? ഇപ്പൊ ഭർത്താവ് വിചാരിക്കുക ശരിയാണ്, സ്നേഹമില്ല, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തേക്കാൻ പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വർത്താനം പറയാൻ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കാം. ഇതെല്ലാം അഭിനയ, ഉള്ളിലില്ല. ഇത് പറഞ്ഞു കേട്ടുപോയില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കുക. ഉള്ളില് വരാതെ കടമയല്ലേ, ഭാര്യയല്ലേ, ഇത് പ്രൊഡ്യൂസ് ചെയ്യാനേ മനുഷ്യന് പറ്റുള്ളൂ. മനുഷ്യനൊരു അഭിനയം പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അമ്മായിയമ്മയും മരുമോളും ഭയങ്കര അടിയാ. മരുമോൾ എന്ന് വചനം കേട്ട് വരികയാണ്, അമ്മായിയമ്മയെ സ്നേഹിക്കണം. അമ്മായിമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ സ്നേഹം വരുന്നില്ല. പക്ഷേ അമ്മയെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു പോകുന്ന ആക്ടിങ് ആണ്. ഈ ആക്ടിങ് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. കാരണം ശരിക്കും നമ്മൾ അതല്ല. ശരിക്കുമുള്ള നമ്മളെന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു ഞാൻ എത്രയോ അഭിനയിച്ചിട്ടാണ് ഈ ലോകത്ത് നമ്മൾ ഒരു മാന്യമായിട്ട് ജീവിക്കുന്നത്. പാപത്തിന്റെ ആ നിയമനിഷേധത്തിന്റെ ദൈവത്തോടുള്ള ലംഘനങ്ങള് നമ്മുടെ ഉള്ളിൽ പെരുകുമ്പോഴും നമ്മൾ നീതിമാന്മാരായും മതഭക്തരായും വിശ്വസ്തരായി അഭിനയിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ വിശ്വാസത്തിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു റിയലി ബിലീവ്. അപ്പോ നമ്മളെ കൊണ്ട് അസാധ്യമായ ഒരു നീതി നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വിത്തൗട്ട് ദ റീജനറേഷൻ, നമ്മൾ നീതിമാന്മാരാക്കി മാറ്റപ്പെടാതെ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാതെ നമുക്ക് ഒരിക്കലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ വിശ്വാസം എന്താണ്? കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് എന്താണ്? ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ എൻ്റെ പുണ്യങ്ങളിലല്ല, ക്രിസ്തുവിന്റെ പുണ്യങ്ങളിലാണ് ആശ്രയിക്കുന്നത്. എനിക്ക് വേണ്ടത് അവന്റെ നീതിയാണ്. സോ ഞാനല്ല ജീവിക്കേണ്ടത്, ബൈ ഫെയ്ത്ത് ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിൽ വസിക്കേണ്ടത്. അത് വരുമ്പോൾ അതിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകും. നമ്മൾ വിശ്വസിക്കുന്നത് ആണോ ജീവിക്കുന്നത്? അതൊരു എക്സാമിനേഷനാണ്.
ഡു യു റിയലി ലിവ് വാട്ട് യു ബിലീവ്? നമ്മുടെ ഓരോ പ്രവൃത്തികളും അതിന്റെ മോട്ടീവ് എന്താ? എന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യും? നമ്മൾ എന്തിനാ ചർച്ച വന്നത്? നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിന്റെ മോട്ടീവ്? അത് ഫെയ്ത്ത് ആണോ? ക്രിസ്തുവിനെ പോലെ ആകാനാണോ? ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ മോട്ടീവ് എന്താണ്? 12:30 വരെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം എന്നാണോ? നിങ്ങൾക്ക് അറിയത്തില്ലോ, എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ നിങ്ങളോട് ആണോന്ന് ചോദിച്ചാൽ എന്റെ കാര്യം ഞാൻ അപ്പൊ ഞാൻ എക്സാമിൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ മോട്ടീവ്, പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന നമ്മുടെ മോട്ടീവ് എന്താണ്? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇത് എന്നിൽ യേശുക്രിസ്തു വെളിപ്പെടണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് വേണം, ക്രിസ്തു ചെയ്ത ആ വഴിയിലൂടെ നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? ഈസ് ഇറ്റ് എ പ്രിറ്റൻഷൻ? ഇതെല്ലാം ഒരു പ്രിറ്റൻഷൻ ആണോ? ഇതെല്ലാം ഒരു മായയാണോ? ഞാൻ ശരിക്കും ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നുണ്ടോ? ചില ആൾക്കാരുടെ ഇപ്പോഴും ഭയങ്കരമായ വിഷമം ഉള്ളിൽ വെച്ചിട്ടില്ലേ? ഇന്നലെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ദൈവം ഭയങ്കര എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നുള്ളതാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് എന്നോട് മിണ്ടാതിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഒരാൾ വീട്ടിൽ വന്നപ്പം അദ്ദേഹത്തിന് ഇത്തിരി സുഖമില്ല എന്ന് പറയുന്നത് കേൾക്കാനിടയായി. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, പുള്ളി ഒന്ന് കാണണം. വീട്ടിൽ പോയി ഒന്ന് കണ്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പുള്ളി എന്നെ കണ്ട ഓടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ പല ആൾക്കാർക്ക് അറിയാവുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എത്രയോ നാള് ഞാൻ ഈ റോഡിലൂടെ നടന്നിട്ട് ഈ പുള്ളിനെ കാണുന്നില്ല, വഴി വെച്ചൊന്നും കണ്ടിട്ടില്ല. എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാൽ ഒരു ഹായ് പറയായിരുന്നു. ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല. എന്തായാലും ആട്ടെ, ദൈവം ഒരു അവസരം തരുവാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരാൾ എൻ്റെ തോളത്ത് വന്ന് തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോ ഈ മനുഷ്യൻ 15 മിനിറ്റുള്ളിൽ വർഷങ്ങളായിട്ട് കാണാത്ത ആളെ കണ്ടു. ഭയങ്കരമായൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി, പുള്ളിയുടെ ഉള്ളിലുണ്ടായി. പുള്ളി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, ഞാനും പോയി കെട്ടിപ്പിടിച്ചു. കുറെ നേരം വർത്താനം പറഞ്ഞു. അപ്പോ ഭയങ്കരമായിട്ട് ഞാനൊരു സാക്ഷ്യമായിട്ടാണ് പറയുന്നത്. മനസ്സിൽ ചിന്തിച്ച് 15 മിനിറ്റിനുള്ളിൽ ആ ആളെ ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പല പ്രാവശ്യം പുള്ളിയെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ വഴിയെ പോകുമ്പോഴെങ്ങാനും കാണുവാണെങ്കിൽ. ബട്ട് അതൊരിക്കലും നടന്നിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഓരോ മനുഷ്യനോടുള്ള നമ്മുടെ മനോഭാവം, വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു മനോഭാവമുണ്ട്, നമ്മുടെ യുക്തി ഉണ്ടാക്കുന്ന ഒരു മനോഭാവമുണ്ട്. ബ്രദറിനത് പറയാം, അയാൾ എന്നോട് ചെയ്ത ദ്രോഹം ബ്രദറിന് അറിയോ? ശരി, അതാണ് സത്യം, കറക്റ്റ്. വിശ്വാസത്തിലൊന്ന് നോക്കിക്കേ. നമ്മൾ വിശ്വാസത്തിലെ ജീവിക്കുന്നെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ? ഈ മനുഷ്യനും നാളെ ക്രിസ്തുവിന് മുമ്പ് നിൽക്കണം, ഞാനും പോയി നിൽക്കണം. ആ പരമമായ നീതി എനിക്കും വേണം, ആ ആൾക്കും വേണം. ഇപ്പൊ വിശ്വാസത്താൽ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിന്റെ സന്നിധിയിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിനാണ് നമ്മുടെ ശുശ്രൂഷ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിരിക്കുക. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പം നിങ്ങളുടെ അടുത്ത് അയാളും ഉണ്ടാകണം, ആ ആളും. ഇപ്പൊ നമ്മളെങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ തള്ളിക്കളയും ചെയ്യുന്നറിയോ? അവള് ശരിയല്ല, അയാള് ശരിയല്ലെന്നേ, അവള് ശരിയല്ല. എന്താ സ്വഭാവം എന്നറിയോ? എനിക്കങ്ങനെ വയ്യ. ദാറ്റ് മീൻസ് യു ആർ ക്രൈസ്റ്റ്. അപ്പൊ വിശ്വാസത്താലെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആ മനുഷ്യനെയും കർത്താവ് പണിയുന്നുണ്ട്, ആ ആളെയും കർത്താവ് പണിയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ തേജസ്സോടെ ഞാൻ നിൽക്കുന്നതിന് മുമ്പിലോ ഞാൻ നിൽക്കുന്നതിനോടൊപ്പമോ അവിടെ കാണും എന്ന് വിശ്വസിച്ചാൽ കർത്താവ് അവരിലും പ്രവർത്തിക്കും നമുക്ക് കാണാം. അപ്പൊ വിശ്വാസത്തിലൂടെയാണോ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത്? ഈസ് ഫെയ്ത്ത് പാർട്ട് ഓഫ് അവർ ലൈഫ്? അതോ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ഒരു ഫെയ്ത്ത് ഇങ്ങ് പറന്നു വരുവാണോ? ഇത് മതത്തിന്റെ പ്രത്യേകത. മതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ഫെയ്ത്ത് ഇങ്ങ് പറന്നു വരും. പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പഴയ മനുഷ്യരാകും. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ റിലീജിയസ് പീപ്പിൾ ബട്ട് വി ആർ നോട്ട് ക്രിസ്ത്യൻസ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ടോണാണ്, വേറൊരു സ്വഭാവമാണ്. അത് ഇനി പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പെട്ടെന്ന് എൻ്റെ മുഖം ഇരുണ്ട് ഞാൻ വേറൊരു ദുഷ്ടനായിട്ട് മാറും.
ദിസ് ഓസിലേഷൻ ഓഫ് ബിഹേവിയർ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മതത്തിനകത്തുണ്ട്, പക്ഷെ ക്രിസ്തുവിൽ ഇല്ല എന്നാണ്. സോ വി നീഡ് ടു എക്സാമിൻ ഹൗ വി വെദർ വി ആർ ലിവിങ് ഇൻ ഫെയ്ത്ത്. ഇത് കൺഫസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അത് ശരിക്കും ഞാൻ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടോ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജോലി ചെയ്യുമ്പോൾ, സഹോദരങ്ങൾ ഇടപെടുമ്പോൾ, ഈസ് ക്രൈസ്റ്റ് മൈ മോട്ടീവ്? ക്രിസ്തു ആണോ അവിടെ പ്രധാന കാര്യം? അത് അങ്ങനെയാണ്, ക്രിസ്തു ആണ് നമ്മുടെ പ്രധാന വിഷയമെങ്കിൽ നമ്മൾ ആരെയും തള്ളിക്കളയുകയോ ആരെയും അകറ്റി നിർത്തുകയോ ആരോടും വിരോധം കാണിക്കുകയില്ല. കാരണം എന്താ? പരമനീതിയിൽ ദുരിതം എൻ്റെ മേലും ഉണ്ട്, ഞാൻ ആരെക്കാളും മെച്ചമല്ല. അത് അങ്ങനെ വന്നാൽ മാത്രമേ ഞാൻ വിശ്വാസിയാകുന്നുള്ളൂ. ഐ എം എ ബിലീവർ ഓൺലി ഇഫ് ഐ ക്യാൻ സെൻസ് മൈ സിൻ. അത് നമ്മൾ നേരത്തെ കേട്ടപ്പോൾ നമ്മൾ കേട്ടായിരുന്നു, സ്റ്റീഫൻസൺ അങ്കിൾ അത് പറഞ്ഞായിരുന്നു, ദ സെൻസ് ഓഫ് സിൻ. എൻ്റെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ചുള്ള സെൻസ് എനിക്കുണ്ടാകണം, എൻ്റെ ഇന്നാഡിക്വസി എനിക്ക് അറിയണം. ദെൻ ഓൺലി ഐ ക്യാൻ ട്രസ്റ്റ് ഗോഡ്. ഓക്കെ, പല ആൾക്കാരും ജീവിക്കുന്ന ഒരു ബിഗ് ഈഗോയോ ആയിട്ടാണ്. ഈ ഈഗോ എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ്. ഈ ഈഗോ കൊണ്ടുള്ള കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈഗോ എന്ന് പറഞ്ഞാൽ എന്നറിയോ? എന്തോ ഞാൻ എന്ന ഭാവത്തിനാണ് സാധാരണ ഈഗോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിലേക്കെല്ലാം സെന്റർ ആവുന്നു. ഇപ്പൊ ഒരാള് പറയാണ്, ചേസ് ബ്രദർ ആള് ശരിയല്ല കേട്ടോ, അയാൾ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളല്ല എന്നൊരാൾ എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വേണമെങ്കിൽ ആത്മീയ ഭാഷയിൽ ഇങ്ങനെ പറയാം, സിംഹാസനത്തിലിരിക്കുന്ന ഞാനാണ് ഈഗോ. നിങ്ങളുടെ സെൽഫ് ഒരു സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ പോലെ ആണെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ആരെയും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ സെൽഫ് എന്ന് പറയുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സംശയമായിരിക്കും, അയാൾ എന്നെ കുറിച്ച് പറയാണോ, ഇത് എന്നെ ഉദ്ദേശിച്ചാണോ, എന്നെ അയാൾ മുറിവേൽപ്പിക്കുവാണോ, രാജാവായ എന്നെ ഒരു ബഹുമാനിക്കുന്നില്ലേ, എനിക്ക് ആവശ്യമായ ബഹുമാനം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പറ, എന്താ അർത്ഥം? യു ആർ കൺട്രോൾഡ് നോട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ് ബട്ട് ബൈ യുവർ ഓൺ ഈഗോ. നമ്മൾ നാണം കെടാൻ തയ്യാറല്ലെങ്കിൽ, അപമാനിക്കപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, ഞാൻ ഒരു പ്രത്യേകത കണ്ടില്ല, മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, എത്ര വേണമെങ്കിലും തമാശ പറയും അല്ലെ. ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ഒരു വർഗമാണ് മലയാളികൾ. കോമഡി ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹം ലോകത്തുണ്ടാകില്ല. ഞങ്ങൾ ആന്ധ്രയിൽ വർക്ക് ചെയ്യുമ്പോൾ ആന്ധ്രക്കാരെല്ലാം തമാശ പറഞ്ഞുണ്ടല്ലോ, അവരത് സീരിയസ് ആയിട്ട് എടുക്കും. ഭയങ്കര വിഷമം അവർക്ക്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ജോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ സഹിക്കത്തില്ല. നമ്മൾ പിന്നെ ജീവിതകാലം അവരുടെ ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ ജോക്ക് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഓക്കെ, അപ്പൊ എന്നെ കുറിച്ചൊരു ഞാൻ ഈഗോയുടെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ സ്വയം പരിഹസിക്കാനും വിട്ടുകളയാനും അബേസ് ചെയ്യാനും വേറൊരാൾ എന്നെ കുറിച്ച് കളിയാക്കിയാൽ എനിക്ക് ഒന്നും തോന്നാതിരിക്കാനും തക്കവണ്ണം ഞാൻ തകർക്കപ്പെട്ടിരിക്കണം. പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുത്തനെ തടിയാന്ന് വിളിച്ചു. ഞാൻ നേരെ ചെന്ന് അവനെ പൊക്കിയെടുത്ത് താവട്ടിങ്ങനെ ഇട്ടു. അവൻ നടുവിന് വേദനയിട്ട് ഭയങ്കര പ്രശ്നമായി. എനിക്ക് കേൾക്കുമ്പോ ഉള്ളിലൂടെ ഇങ്ങനെ പെരുത്ത് കയറി വരുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കേട്ട് അതൊരു പ്രശ്നമല്ലാതായി. ഇപ്പൊ ഞാൻ തന്നെ എന്നെ കളിയാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഈഗോ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം എന്റെ ശത്രുക്കളാണ്. ഒരു നിമിഷം കൊണ്ട് ഞാൻ 50 ശത്രുക്കൾ ഉണ്ടാക്കാം ഈഗോ ആണെങ്കിൽ. ആ സമയത്ത് ഈഗോ അങ്ങ് പൊടിഞ്ഞാൽ ആരെന്നാ പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. വി നോ, എനിക്കും അതേ പരാജയങ്ങളുണ്ട്, എന്റെ വായിലും മിസ്റ്റേക്കുകൾ വരാം, വേറൊരാളും അതേ മിസ്റ്റേക്ക് ചെയ്യാം.
എനിക്ക് ഭയങ്കരമായ ഈഗോയുടെ ഒരു പ്രോബ്ലം. അത് എല്ലാവർക്കും ഉണ്ട്, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അത് ക്രഷ്ഡ് ആകണമെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒൺലി ഓൺ ദ ക്രോസ് യുവർ ഈഗോസ് വിൽ ബി ക്രഷ്ഡ്. അപ്പോഴും അതുണ്ട്, പക്ഷെ അത് ഫങ്ഷൻ ചെയ്യാത്ത രീതിയിൽ അതിനെ ക്രഷ് ചെയ്യുവാൻ ക്രൂശിലെ അനുഭവങ്ങൾ, അതായത് വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ മറ്റുള്ളവർ എന്താ പറയുന്നത്, എന്നെ കുറിച്ചാണോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവരെന്തേലും പറയട്ടെ, നിങ്ങളെ കുറിച്ചായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, നമ്മൾ ജീവിക്കുന്ന ഒറ്റ കാര്യം അന്വേഷിച്ചാൽ മതി, കർത്താവ് എന്താ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾ മാറും. സോ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലൈഫ്. അവർ ഈഗോസ് ഷുഡ് ബി ക്രഷ്ഡ്. നമ്മൾ ഈഗോ അനുസരിച്ച് പ്രവർത്തിക്കരുത്. അയ്യോ അവൻ എന്നെ കളിയാക്കി, ഞാൻ ഇനി അവനോട് മിണ്ടത്തില്ല, അങ്ങനെ പറയരുത്. അത് വെറും ചപലമായ ബാലിശമായ ചൈൽഡിഷ്നെസ് ആണ്. ഓക്കെ, ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം. ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയാം. വിശ്വാസം തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു സിബി അത് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് ഇപ്പൊ പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല? എവിടെ നിന്നൊക്കെയാ കേൾക്കുന്നത്? ഈ മെമ്മറി പ്രോബ്ലം കാരണം അത് സ്റ്റീഫൻസൺ അങ്കിളാണോ പറഞ്ഞതെന്നറിയില്ല. സ്റ്റീഫൻസൺ അങ്കിൾ പറഞ്ഞല്ലേ? ഓക്കെ. ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നത്, അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ജഡത്തിന്റെ ഫലമല്ല, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തികൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ ഫലം. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ജഡം തന്നെ പ്രവർത്തിച്ചോളൂ. അത് പ്രവർത്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഗലാത്യ ലേഖനത്തിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ. എന്നാൽ ആത്മാവിന്റെ ഫലമോ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആത്മാവിന്റെ ഫലം കൊണ്ടാണ് നമ്മളുടെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ഇപ്പൊ ഫലം എന്താണ്? ആത്മാവിന്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം. ഓക്കെ, മതി. സ്നേഹം. ഓക്കെ, ഫലമായി സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ പ്രവൃത്തി ഉണ്ടാവുമോ? ഉണ്ടാവും. എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല, അല്ലെ? പ്രവൃത്തി ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് ഭയങ്കര സ്നേഹമുണ്ട്, അയാൾ ഹോസ്പിറ്റലിലായാലോ, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാ എന്ന് പറയോ? ഉടനെ പുറകെ പോലെ. ഇപ്പം സ്നേഹം ഉണ്ടായാൽ എന്തുണ്ടാവും? പ്രവൃത്തി ഉണ്ടാവും. അപ്പൊ ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ സ്നേഹം ഉണ്ടാകാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റും. ജഡത്തിന്റെ പ്രവൃത്തികളാണ്, അതിനകത്ത് ഫലമില്ല. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് സ്നേഹമൊന്നുമില്ല, എന്നാലും പോയി കണ്ടില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? പോയേക്കാം. മനസ്സിലായോ? വ്യത്യാസം എന്താ മനസ്സിലായോ? അവിടെ പോയില്ലെങ്കിൽ മോശമാണ്, ഒന്ന് പോയി കണ്ടേക്കാം. ഇത് ഫലത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാ, ഫലമില്ല. അടുത്ത സന്തോഷം, അല്ലേ? സന്തോഷം, സമാധാനം. നിങ്ങൾ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ചില സാറന്മാർ വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അവര് സന്തോഷം, അവർ വരുന്ന ഭയങ്കര സന്തോഷം. ചിലർക്ക് വരുമ്പോഴേ അറിയാം ഭാര്യയുടെ വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നതാണ്. മോഹം 1 കിലോ കാണും. ഒരു വടി എടുത്തോണ്ട് വരുമ്പോഴാണ് ആർക്കയിൽ എന്തെങ്കിലും കിട്ടും. കാരണം ഈ ഭാര്യയെ തല്ലാൻ പറ്റില്ല, പിള്ളേരെ തിരിച്ചു തല്ലും. ഈ പിള്ളേരെ പിടിച്ചടിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഫലം വളരെ മോശമാണ്. ഫലമില്ല, ജഡത്തിന്റെ പ്രവൃത്തികളാണ് വെല്ലോട്ട് വരുന്നത്. ദർ ഇസ് നോ ഫ്രൂട്ട്. ഈ സമാധാനം എന്ന ഫ്രൂട്ട് ഉണ്ടെങ്കിലോ നമ്മളോട് സംസാരിക്കുന്നവർക്ക് ആ സമാധാനം കിട്ടും. സന്തോഷം എന്ന ഫ്രൂട്ട് ഉണ്ടെങ്കിലോ നമ്മുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഫ്രൂട്ടിൽ നിന്ന് വേണം എന്ത് വരാൻ? ഫലം വരാൻ. ജഡം എന്ന് പറയുന്നതിന് മുഴുവൻ പാവം, അതിന്റെ പ്രവൃത്തികളാണ് മൊത്തം ജഡം ചെയ്യുന്നത്. അതേ സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്രൂട്ട് ഉണ്ടെന്ന് അഭിനയിക്കാം. ഈ അഭിനയിക്കുമ്പോൾ ഇതെല്ലാം വരുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജഡത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് വരുന്നത്. ആത്മാവ് എപ്പോഴും നമ്മളിൽ എന്താ ചെയ്യുന്നത്? ഫലം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ അതോ പ്രവൃത്തികളിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് സാൽവേഷൻ ഈസ് നോട്ട് ബൈ വർക്ക്സ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ട് ഒരു സൽപ്രവൃത്തി ആകുന്നില്ല ദൈവത്തിന് മുമ്പിൽ. ആ സ്നേഹമോട് ഉരുവാകുന്നില്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്ന എന്തിനെ ഉണ്ടാക്കുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നു. ഇറ്റ് സാങ്ക്ടിഫൈസ് അസ്, നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് പരാജയമുണ്ട്.
പരാജയങ്ങൾ സംഭവിക്കും, കാരണം ആ ഫ്ലഷ് ഇപ്പോഴും ഉള്ളത് കൊണ്ട്. പക്ഷെ ആ ഫലം നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ഫ്ലഷ് ക്രഷ്ഡ് ആകും, യൂസ്ലെസ് ആകും. നമ്മുടെ സെൽഫ് ഈഗോ യൂസ്ലെസ് ആകുന്ന, ഇപ്പൊ ആൾക്കാർ എന്നെ കുറിച്ച് എന്നാ പറഞ്ഞാലും എനിക്ക് അവരുടെ ഒരു വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല, കാരണം അവരും ഞാനും എല്ലാം ഒരുപോലെ പാപികളാണ്. എനിവൺ ക്യാൻ മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസം കണ്ടന്റ് കറക്റ്റ് ആണോ, ആ വിശ്വാസത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അപ്പൊ അടുത്ത് ഓക്കെ, ഫലം കായ്ക്കേണ്ടതിന്. അവിടെ എന്തിനു വേണ്ടിയാണ്? ഫലം കായ്ക്കേണ്ടതിന്. അടുത്തത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഓക്കെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അടുത്തത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയെ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഫലമൊന്നും ഇല്ലെങ്കിൽ അവസാനം കത്തിച്ചു കളയും. ശരിയാണ്, കറക്റ്റാണ്. എന്തുകൊണ്ടാണ് ഫലം ഇല്ലാത്തത്? അവർ ക്രിസ്തുവിൽ വസിക്കുന്നില്ല. ഈ കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണെന്നാണ്. ഇതൊരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക്. ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവർ പറയും, നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നിട്ട് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഒരു സിംഹാസനം സങ്കല്പിച്ചിട്ട് ആ സിംഹാസനത്തിനകത്ത് ക്രിസ്തുവിനെ ഇരുത്തും. ഹൃദയത്തിൽ ചേറി വന്നിരിക്കുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ ഞാൻ ഡോർ തുറക്കുന്നു, കോവിൽ തുറക്കുന്നു, അല്ലെങ്കിൽ മദ്ബഹ തുറക്കുന്നു. അവിടെ ക്രിസ്തുവിനെ കാണുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, എഴുന്നേക്കുന്നു, എന്റെ ജീവിതം ജീവിക്കുന്നു. വൈകിട്ട് വന്ന് വീണ്ടും കർത്താവെ കുറെ പറ്റിപ്പോയി, കുറെ തെറ്റ് ചെയ്തു, 2-3 പേരെ ചീത്ത വിളിച്ചു, 3-4 അടുത്ത് വഴക്കുണ്ടാക്കി, ചില ആൾക്കാരുടെയൊക്കെ വൈരാഗ്യം ഉണ്ടായി, സഹായിക്കണേ, രക്ഷിക്കണേ, ക്ഷമിക്കണേ, നാളെ തൊട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ സഹായിക്കണേ, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ ദൈവത്തെ കണ്ടു. ഇതാണ് ലോകത്തുള്ള എല്ലായിടത്തും നടക്കുന്ന കാര്യം. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നില്ല, വല്ലപ്പോഴും നമ്മൾ പോയി കാണുന്നേ ഉള്ളൂ. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ക്രിസ്തുവിന്റെ താടിയുള്ള രൂപം നമ്മുടെ ഹൃദയത്തിൽ വന്ന പോരാ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് അത് ക്രിസ്തുവിന്റെ ജീവനായി മാറണം. നമ്മൾ ഒരുപക്ഷെ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വീകരിച്ചത്. പക്ഷെ ഫെയ്ത്ത് നമുക്ക് എന്താ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ്ത്ത് ഗീവ്സ് അസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രിസ്തു തന്നെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കത്തക്ക രീതിയിൽ, അങ്ങനെ വസിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഫലം ഉണ്ടാകുന്നത്. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിനെയാണ് നോക്കുന്നത്, നമ്മളെ അല്ല. നമ്മൾ നാളെ നന്നാകുന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല. ഞാൻ നന്നാകുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി പോലും നാളെ കാണുകയില്ല. കാരണം ഐ എം ഗെറ്റിംഗ് ഓൾഡർ. അപ്പൊ എന്റെ ഫാക്കൽറ്റീസ് എല്ലാം കുറഞ്ഞു വരുക. ഇപ്പം സ്നേഹം തന്നെ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മയില്ലാത്തവൻ എന്ത് സ്നേഹം. എനിക്ക് കണ്ണൻ ബ്രദർ എന്ന് പറയുമ്പോൾ ഏത് കണ്ണൻ ബ്രദർ? ഇപ്പൊ കണ്ടില്ലേ രാവിലെ സ്റ്റാൻലി ബ്രദർ, കുറെ നാളായിട്ട് കാണാനില്ലായിരുന്നല്ലോ, അല്ല കുറെ നാൾ കൂടി ആദ്യമായിട്ടല്ല ചോദിച്ചപ്പോ സ്റ്റാൻലി ബ്രദർ പെട്ടെന്ന് പേടിച്ചു പോയി. എനിക്ക് മറവി രോഗം അല്ല അങ്ങനെ വിചാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ മറന്നു പോയോ എന്ന് പുള്ളി ചിന്തിച്ചു. അപ്പോ സ്റ്റാൻലി ബ്രദർ, ഞാൻ യഥാർത്ഥത്തിൽ മറന്നു പോകുന്ന ഒരു കാലം വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം അതിൻ്റെ കൂടെ പോയില്ലേ. നമ്മുടെ ബ്രെയിൻ ഇത്തിരി ബലഹീനമാകുമ്പോഴേക്കും ഈ സാധനം എല്ലാം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. നമ്മൾ ബലഹീനതയിലോട്ടാ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നന്നാകും എന്നുള്ള
ഈ ജഡം കൊണ്ട് നന്നാകും എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. 28 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ ക്യാരക്ടർ മാറ്റാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. 28 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശരീരം എല്ലാം പതുക്കെ ശക്തി കുറഞ്ഞു വരും. 28 വയസ്സ് വരെ ഈ വളർച്ചയുള്ളൂ എന്നാ. അത് കഴിയുമ്പോൾ നമ്മുടെ ഉപജയ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ അപജയ പ്രവർത്തനങ്ങളാവും. അറിയാം? അങ്ങനെ അറിയാം? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിനി നന്നായിക്കൊണ്ടിരിക്കുകയല്ല, നമ്മള് മോശമായിക്കൊണ്ടിരിക്കുക. പക്ഷെ ക്രിസ്തുവിലുള്ളവര് അങ്ങനെയല്ല. അവർക്ക് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ജീവനാണ് അവരെ ആ പുതിയ ആത്മാവിന്റെ പുതുക്കത്തിലേക്ക് അവരെ നടത്തുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ തന്നെ ഉള്ളവരാണോ എന്ന് പരിശോധിക്കുക. ഇതിന്റെ കൂടെ ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം, ഒരു ചോദ്യം ഞാൻ ഇതിനു മുമ്പ് ആദ്യം ചോദിച്ചല്ലോ, നമ്മുടെ ചർച്ചിന്റെ യുണീക്ക്നെസ് എന്താന്ന് ചോദിച്ചില്ലേ, അതിന്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് പിരിയാം. ഓക്കെ, നമ്മുടെ ചർച്ചിൽ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റ്. വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. കർത്താവ് നമുക്കായി ജീവൻ നൽകി. നമ്മുടെ പാട്ടുകളിലെല്ലാം അത് തന്നെയാ പറയുന്നത്. അരിഷ്ട പാപി നിൻ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ച് വന്നയ്യോ. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി ക്രൈസ്റ്റ് ഫോക്കസ്ഡ്, ക്രൈസ്റ്റ് അലോൺ. ഇതാ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ മാൻ ആൻഡ് ഹിസ് എബിലിറ്റി, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഗ്രേസ്. കർത്താവിന്റെ കൃപയാലുള്ള വീണ്ടെടുപ്പിനെ മാത്രം ആധാരമാക്കി. ഇത് നമ്മുടെ പെരുമാറ്റം നന്നാക്കുന്നത് പോലും അല്ല ഈ പരിപാടി. ചില ആൾക്കാർ വിചാരിക്കുന്നത് സഭയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നന്നാവണ്ടെന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും നന്നാവില്ല എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കാൻ വേണ്ടിയാ പറയുന്നത്. കാരണം ഓൺലി ക്രൈസ്റ്റ് ക്യാൻ ചേഞ്ച് യു. അങ്ങനെ മാറിയിട്ടേ കാര്യമുള്ളൂ. അതർവൈസ് വി വിൽ ഓൾ ബി ആക്ടേഴ്സ്. നമ്മൾ നല്ലതായിട്ട് അഭിനയിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കാണിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ ബ്രദറെ, ഞാൻ പല പ്രാവശ്യം വീട്ടിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ പറ്റിയില്ല. സ്നേഹമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നാമതൊരു അഭിനയമാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഓരോ പെരുമാറ്റത്തിനകത്തും ഈ ആക്ടിങ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടോ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവും. ബിക്കോസ് ഈ കൾച്ചർ, നമ്മൾ വളർന്ന സംസ്കാരം നമ്മളെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു ഇത്തിരി അഭിനയിക്കാതെ നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. സോ അപ്പൊ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അഭിനയിക്കേ വേണ്ട. ദ ജെന്യുവിൻ ലവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇരുമനസ്, അല്ലെ, ഒന്ന് അകത്ത് വെച്ച് വേറൊന്ന് വെളിയിൽ കാണിക്കുന്ന ആ ഒരു ഇരുമനസ് നമ്മൾ ഇന്ന് പോകണം. ദാറ്റ് ഓൺലി ക്രൈസ്റ്റ് ക്യാൻ ഡു. വി കനോട്ട് ചൂസ് ടു ഡു ഇറ്റ്. ഇറ്റ് കംസ് ആസ് എ റിസൾട്ട് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഫലമായിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു മഹത്വമേറിയ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളത്. ആ ഫെയ്ത്ത് നമ്മളെ എങ്ങോട്ട് നയിക്കണം? ഈ വിശ്വാസം നമ്മളെ അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് നയിക്കണം. അങ്ങനൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? അതെല്ലാം ജീവിതത്തിന്റെ മോമെന്റിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ക്രൈസിസിനെ അനുഭവിക്കുമ്പോൾ, ഒരു പാവപ്പെട്ട ആൾ എൻ്റെ മുമ്പിൽ പോയി വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവായ ഒരാൾ എൻ്റെ മുമ്പിൽ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളത് മാത്രമല്ല ഈ വിശ്വാസത്തിനോട് പരിശോധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ യഥാർത്ഥ ജെന്യുവിൻ ഫെയ്ത്ത് ഉള്ളവരാണോ എന്ന് മാത്രമല്ല, ഈ ഫെയ്ത്ത് ഏത് ലെവൽ വരെ വളർന്നിട്ടുണ്ട്, ഇത് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, ഇത് എന്നെ സഹായിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഇത് ഒരു മെയിൻ പ്രിൻസിപ്പിളായിട്ട് മാറുന്നുണ്ടോ, ഇതെല്ലാം ഞാൻ പരിശോധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ഞാനിവിടെ വരുമ്പം ഒത്തിരി ടൈമാണ്, അതുകൊണ്ട് പലപ്പോഴും ആരും സംസാരിക്കത്തില്ല. സോ ഐ വാണ്ട് മോർ ഓഫ് യു ടു സ്പീക്ക്, ഷെയർ. കാരണം ഇതൊരു കൂട്ടായ്മയാണ്. എന്നിട്ടും എല്ലാവരും പങ്കുവെക്കുമ്പോഴാണ് അതൊരു കൂട്ടായ്മയുടെ ഒരു ബലം നമ്മൾ വർദ്ധിക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് ഇത്രയും സമയം കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇപ്പോഴും പറയുന്നു, ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരു 5 മിനിറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും അതൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ എല്ലാവരും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അസുഖമായിരിക്കുന്ന 2 പേര്, ഇന്ന് സാക്ഷ്യം പറഞ്ഞ 2 സഹോദരിമാരെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ദൈവമേ, അങ്ങയുടെ ജീവൻ, അങ്ങയുടെ പ്രത്യാശ, അങ്ങയുടെ സൗഖ്യം എല്ലാം ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ അവർ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചുകൂടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ചുകൂടി കർത്താവ് അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും അങ്ങേ ആരാധിക്കുവാനും ഞങ്ങൾക്ക് അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളിൽ ഉരുവാകുന്നത് വരെ, അങ്ങയുടെ സ്വഭാവത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നവരെ, ആ ഫലം ഞങ്ങളിൽ വെളിപ്പെടുന്നത് വരെയും, കർത്താവെ, ഈ ഓട്ടം അവസാനിക്കുന്നവരെയും ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും ആ വിശ്വാസത്തെ പരിശോധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.